എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡേഴ്സ് സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന ഷെയറുകളാണിത്. കഴിഞ്ഞ ദിവസം പക്ഷേങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയില്ല, ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നും വയ്യ, എന്നാലും വീഡിയോ ഇടാൻ ശ്രമിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളല്ല. ഇതിൽ 19 ഷെയർ സെലക്ട് ചെയ്തതിൽ നമുക്കൊരു 9 ഷെയർ നല്ല രീതിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ചാൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഷെയർ ഞാനത് കാണിച്ചു, എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം നാളത്തേനുള്ള ഏതൊക്കെ ഷെയറാണെന്ന് നോക്കാം. ഓർച്ചിഡ് ഫാർമ എന്ന് പറയുന്നൊരു ഷെയർ, ഓർച്ചിഡ് ഫാർമ ഓപ്പണിങ്ങിൽ തന്നെ R2 മുകളിൽ ഇവിടം വരെ പോയിട്ട് ഇവിടെ ഇറങ്ങുന്ന സമയം നമ്മൾ എൻട്രി എടുത്ത 934 കൊടുത്ത ഒരു അരമണിക്കൂറിൽ തന്നെ 847, ഏകദേശം 85 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് നമുക്ക് തരുന്നുണ്ട്. അതിനുശേഷം ക്രസ്റ്റ് എന്ന് പറയുന്ന ഷെയർ, ക്രസ്റ്റ് ഓപ്പണിങ് R2 മുകളിൽ പോയി. നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല, നമ്മളിവിടെ ഒരു എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്ത് 456, 80, 56 റേഞ്ചിലൊക്കെ എടുത്താൽ നമുക്ക് 440, 16 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും മുകളിൽ കയറും, ഇവിടെ വീണ്ടും ഇറങ്ങും. നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക, ഒരു 6 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും അത് കയറി ആവറേജ് ട്രേഡായിട്ട് വീണ്ടും ഇവിടെ ഇറങ്ങുന്നു. 456, 80 തന്നെ വീണ്ടും ഇറങ്ങുമ്പോൾ വീണ്ടും ഇട്ടെടുക്കുക, വീണ്ടും അത് 12 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പ്രാവശ്യം വരെ ഹൈ അടിച്ചിട്ടില്ല. അതിനുശേഷം ലംബോദര എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ R1 മുകളിൽ ഇവിടം വരെ പോയി. സീപ്പർ കണ്ടില്ലേ? അപ്പോൾ നമ്മളിവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എൻട്രി എടുത്താൽ 206.40 എൻട്രി എടുത്താൽ നമുക്ക് 192 വരെ വരുന്നുണ്ട്. അപ്പോൾ 206, 14 രൂപ പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ വരുന്നൊക്കെ ആവറേജ് വന്നിട്ട് വീണ്ടും ഇറങ്ങുന്നതാണ്. നല്ല പ്രോഫിറ്റ് അതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം KECL എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ്ങിൽ ഫ്ലാറ്റ് ഓപ്പണിങ് വന്നിട്ട് R1 പോയി ടച്ച് ചെയ്ത് ഇറങ്ങി. ഇവിടെ നമ്മളൊരു എൻട്രി എടുത്താൽ 157 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 147, ഏകദേശം 9, 9.5, 10 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഷെയ്ലി എന്ന് പറയുന്ന ഷെയർ, ഷെയ്ലി എഞ്ചിനീയറിംഗ് ആൻഡ് പ്ലാസ്റ്റിക്, അതും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി ഇറങ്ങി. നമ്മളിവിടെ എൻട്രി എടുക്കുക, ഇവിടെ എൻട്രി എടുത്ത് 404 എടുത്താൽ 395, 9 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതൊന്നും പിന്നെ തിരിച്ച് കയറിയിട്ടില്ല. പിന്നെ VML എന്ന് പറയുന്ന ഷെയർ, ഓപ്പണിങ്ങിൽ R1 പോയി, R1 ജസ്റ്റ് ടച്ച് ചെയ്തു, നോക്കട്ടെ, ടച്ച് ചെയ്തില്ല. അതിനടുത്ത് വന്നിട്ട് ഇവിടെ വേണം എൻട്രി എടുത്തിട്ട് ഈ ഹൈലോട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. നമ്മളത് വേണ്ട, ഇത് നോക്കേണ്ട കാര്യമില്ല. ഇവിടെ നമുക്കൊരു എൻട്രി ചെറുത് കിട്ടും, പക്ഷെ അത് പെട്ടെന്നുള്ള മൂവ്മെൻറ്റ്. ഇവിടെ ഒരു 3578 എടുത്താൽ 3548, 30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ അത് മുകളിലോട്ട് കയറും, പക്ഷേ വീണ്ടും അത് ഇത് ചെയ്യുന്നില്ല, എന്താ ഹൈ അടിക്കുന്നത് നമ്മൾ. പക്ഷേ ഇത്രയും ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടുണ്ട്, നോർമൽ ചെയ്യാതിരിക്കുക. വീണ്ടും ലാസ്റ്റിൽ നമുക്ക് ഇവിടെ വീണ്ടും ഒരു ചാൻസ് വരുന്നുണ്ട്. 3577 വീണ്ടും സെല് ചെയ്താൽ 3450, ഏകദേശം 90-95 രൂപ ഇവിടെ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഫൈസാലോ എന്ന് പറയുന്നൊരു ഷെയർ, ഫൈസാലോ ഡിജിറ്റൽ, ഇത് ബോണസ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ ഷെയർ നല്ല രീതിയിൽ കയറിപ്പോയത്. ഇവിടെ നമുക്ക് ചാൻസ് തന്നിട്ടില്ല, അടുത്ത് വരെ വന്നിട്ട് ഇറങ്ങിപ്പോയി. പക്ഷെ തിരിച്ച് വൺ സൈഡ് മുകളിൽ കയറിപ്പോയി, 138 മുകളിൽ പോയിട്ട് തിരിച്ചിറങ്ങി. ഇവിടെ ഒരു എൻട്രി കൊടുത്തായിരുന്നെങ്കിൽ നമുക്ക് 126, ഏകദേശം 12 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ് അതേ കൊടുക്കുന്നുണ്ട്. അടുത്തത് ബാൾമർ ലോറി എന്ന് പറയുന്ന ഷെയർ, അതും ഫ്ലാറ്റ് ട്രേഡിങ് നടന്നിട്ട് ലാസ്റ്റിൽ അത് പ്രീവിയസ് ഡേ ഹൈഡ് അടുത്ത് വരെ വന്നു. പക്ഷെ നമ്മൾ നോർമൽ പുതിയ ആൾക്കാർക്ക് എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് നല്ല രീതിയിൽ ഇറങ്ങിപ്പോയിട്ടുണ്ട്. എൻട്രി എടുത്തവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയേനെ. PDSL, അടുത്തത് PDSL
PDSലെ പ്രീവിയസ് ഡേ ഹൈ അടിച്ച് ഇറങ്ങുന്നത് ഇവിടെ നമ്മൾ എൻട്രി കൊടുത്താൽ 609 റേഞ്ചിൽ കൊടുത്താൽ നമുക്ക് 587 വരെ 21 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് അത് കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇന്ന് ട്രേഡിങ്ങിന് നമ്മൾ എടുത്തിട്ടുള്ള ഷെയറുകൾ. ഇനി നാളത്തേന് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. ഇതാണ് നാളത്തേന് എടുത്തു വച്ചിരിക്കുന്ന ഷെയർ. ഇതിൽ 2 ഷെയർ ഇന്നത്തെ ആവറേജിന് മുകളിൽ വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് എടുക്കാവുന്ന TCI എന്ന് പറയുന്ന ഷെയർ 2 ഗോഡ്ഫ്രൈ ഫിലിപ്പ്. ബാക്കിയുള്ള ഷെയറുകളെല്ലാം 20 ഷെയറുണ്ട്. നമ്മൾ ഈ പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ പോകുമ്പോഴോ അതെല്ലാം R1 R2 ഒക്കെ പോയിട്ട് ഇറങ്ങുന്ന സമയത്ത് ചാൻസ് എടുക്കാം. ഇതിൽ ഈ മഹാസ്റ്റീലൊക്കെ നല്ല ചാൻസാണ്. ഒന്നുകിൽ ഈ R1 താഴെപ്പാണ് എൻട്രി എടുക്കുക, അതല്ല എങ്കിൽ ഇത് വരുന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഏറ്റവും നല്ലത് R2 150 റേഞ്ച് വന്നിട്ട് തിരിച്ചിറങ്ങുകയാണെങ്കിൽ. അതുപോലെ ഈ പോളിസി ബേസ് ആർ ഒന്ന് ശ്രദ്ധിച്ചോണം. പോളിസി ബേസ് ആറ് 1045 ക്ലോസിങ്. ഇപ്പോൾ ഒരു ഹൈ ഒരു 1020 പോയിട്ട് ഈ 997 എന്നുള്ള റേഞ്ചിൽ കട്ട് ചെയ്ത് താഴെ പോകാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ ഇറങ്ങാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഈ ഗ്രാവിറ്റയും ശ്രദ്ധിച്ചോണം. ഈ R1 വന്നിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകും. ബാക്കിയുള്ള എല്ലാം സെയിം അതുപോലെ തന്നെ നമ്മൾ സ്ഥിരം പറയുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇനി കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് ടൈം കോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പെർഫോമൻസ് എത്ര, ഈ 3 ദിവസം കൊണ്ട് എത്ര ചാൻസ് തന്നെന്ന് നോക്കാം. ഞാൻ കൊടുത്തിരുന്ന ഷെയറുകൾ 2, 4, 6, 8 ഷെയറാണ് കൊടുത്തിരുന്നത്. അതിൽ ഈ ടാറ്റ എലക്സി എന്ന് പറയുന്ന ഷെയർ ഞാൻ ഈ പറഞ്ഞ റേഞ്ച് വന്നിട്ടില്ല. ബാക്കിയുള്ള ഷെയറുകളെല്ലാം ഞാൻ പറഞ്ഞ റേഞ്ചിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഏഷ്യൻ പെയിൻ്റ് 949 റേഞ്ചിൽ കൊടുത്തു. അത് 940 വരെ വന്നിട്ട് കയറിപ്പോയി. 3005 ഇന്നലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 2 രൂപയ്ക്ക് എടുത്ത് 2% പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. IEX ഏകദേശം 10% എടുത്ത് കൊടുത്തു. തത്വ എന്ന് പറയുന്ന 7%, ഏഞ്ചൽ 1 14.55%, 419 രൂപ ഹ്യൂജ് പ്രോഫിറ്റ്. മുത്തൂറ്റ് ക്യാപിറ്റൽ ഈ 2 അധികം മൂവ്മെൻറ്റ് തന്നിട്ടില്ല. ബാക്കിയെല്ലാം നല്ല മൂവ്മെൻറ്റ് തന്നു. ഇത് സീൽ 8%, ഡെനോര 7%. ഇതാണ് റീസെൻ്റ് കഴിഞ്ഞ ശനിയാഴ്ച ഞാൻ ഇട്ട് കൊടുത്ത ഷെയറാണിത്. ഇതൊക്കെ അതിന് മുന്നേയുള്ള ഷെയറുകൾ. ഇതൊക്കെ നല്ല രീതിയിൽ ഡെലിവറി എടുത്ത് പ്രോഫിറ്റ് എടുത്തവരുണ്ട് ഫ്രണ്ട്സൊക്കെ. അപ്പോൾ ഇതുപോലെ എപ്പോഴേലുമൊക്കെ വല്ലപ്പോഴേ തരാറുള്ളൂ. അപ്പോൾ തരുന്ന സമയത്ത് ചാൻസ് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.